ആകെയുള്ളൊരു പ്രതീക്ഷ സുപ്രീം കോടതി കനിയുമെന്നായിരുന്നു. അത് ഫയലിൽ പോലും സ്വീകരിക്കാതെ വലിച്ചെറിഞ്ഞു. എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന്. പിന്നെയോ? പിന്നെ അത് ശീലായിക്കളും കുഴപ്പമില്ലെന്ന ജോത്സ്യം പറഞ്ഞേ. ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു വിധി പ്രകാരം വീണ വിജയൻ 1,72,00,000 രൂപ കൈപ്പറ്റി എന്ന് തെളിഞ്ഞ കാര്യമാണ് നേരത്തെ. പക്ഷെ ആ വാർത്ത മുക്കി വെച്ചിരുന്നു മാസങ്ങളോളം. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. മാത്യു കൊഴുന്നാടൻ അത് മാന്തി പുറത്തിട്ടു. പിന്നീടുണ്ടായ പുകലുകൾ നമ്മൾ കണ്ടതാണ്. മാത്യു കൊഴുന്നാടൻ കള്ളപ്പണത്തിന്റെ ആളാണ്, വിദേശത്ത് നിന്ന് പണം വരുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പുകലുണ്ടാക്കി. സ്വാഭാവികം. അതിന് മാത്യു കൊഴുന്നാടൻ കണക്കുകൾ വെച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ആർക്കും വേണമെങ്കിലും പരിശോധിക്കാം, CPM-ന്റെ സെക്രട്ടേറിയറ്റിനെ നേരിട്ട് വന്ന് പരിശോധിച്ചോട്ടെ, അതിന്റെ ബന്ധപ്പെട്ട സഖാക്കൾ എല്ലാവരും കൂടി ഒന്ന് പരിശോധിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ സംഗതി ചീറ്റിപ്പോയി. പിന്നെ അദ്ദേഹത്തിന്റെ തറവാടെന്ന് പറഞ്ഞത് മണ്ണിട്ട് പൊന്തിച്ചു, വേറെന്തൊക്കെ അനധികൃത നിർമ്മാണം നടത്തി, എന്തൊക്കെയോ പറഞ്ഞു. ആ പറഞ്ഞതെല്ലാം മാത്യു കൊഴുന്നാടൻ അവിടെ നിന്നുകൊണ്ട് വീഡിയോ ചെയ്ത് ജനത്തെ കാണിച്ചോടുകൂടി അത് തീരുമാനമായി. കാരണം അദ്ദേഹം ഒന്ന് വാശി പിടിക്കണമെങ്കിൽ റോഡ് പൊളിച്ച് അദ്ദേഹത്തിന് മുറ്റമായി കൊടുക്കേണ്ടി വരും. അത് മനസ്സിലായോ? പിണറായിക്ക് അവിടെയും പള്ളം നിറഞ്ഞു. മാത്യു കൊഴുന്നാടന് മോശമല്ല കേട്ടോ, ഓരോ തവണ ചൊറിയുമ്പോഴും അതിന്റെ ഇരട്ടി അങ്ങോട്ട് മാന്തി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ മാന്തുന്നതിനുള്ള വീണ്ടും ഉള്ള ഒരു വൈരാഗ്യം വെച്ചിട്ട് വീണ്ടും അതിലേറെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്, 2 തേങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. അയ്യോ ആവുമ്പോ അറസ്റ്റ് നടക്കും, അവർക്ക് സ്വതന്ത്രമായി അന്വേഷിക്കാം, സത്യസന്ധമായി അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണ്. ആ കാര്യം പിണറായി വിജയനും അറിയാം, വീണ വിജയനൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ കുടുങ്ങും, അറസ്റ്റ് ഉണ്ടാകും, രാജിവെക്കേണ്ടി വരും, ചിലപ്പോൾ അടവടെല്ലാം പൂട്ടി അകത്തു പോകും എന്നുള്ള ഒരു സ്ഥിതി വന്നു. അത് വന്നപ്പോ രക്ഷപ്പെടാനാണ് നേരെ സുപ്രീം കോടതിയിലേക്ക് വിട്ടത്. സുപ്രീം കോടതിയിൽ ഈ SFIന്റെ കേസ്, ഈ അന്വേഷണം, ഇത് തടയണം, അത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജിയും കൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ചെന്നു. അത് വലിച്ചെറിഞ്ഞു. അതായത് ഫയലിൽ സ്വീകരിച്ചില്ല. മുഖ്യമന്ത്രിയും ഒക്കെ അങ്ങ് കേരളത്തില്, മുഖ്യമന്ത്രിയുടെ മകളും അങ്ങ് കേരളത്തില്, സുപ്രീം കോടതിയിൽ എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതി ആ പരാതി എടുത്ത് കൊട്ടയിലേക്ക് ഇട്ടു. ഇതോടുകൂടി ഒരു വലിയ അടിയാണ്. എന്താ സംഭവിച്ചെന്നറിയാമോ? ഏത് നിമിഷവും ഇനി അറസ്റ്റ് ചെയ്യപ്പെടാം. പണി വരുന്നുണ്ടവറാച്ച.